അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതച്ചു മൂടിയവനെ, അല്ലയോ പുതപ്പിട്ട് മൂടിയവരെ, വസ്ത്രം മൂടിയവരെ. ഖും, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. അല്ലയില, രാത്രിയിൽ. ഇല്ലാ ഖലീല, കുറച്ചൊഴികെ, അല്പമൊഴികെ. അഥവാ രാത്രിയുടെ അല്പമൊഴികെ ബാക്കി രാത്രിയുടെ മുഴുവൻ സമയങ്ങളിലും എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യത്തെ 2 ആയത്തിന്റെ അർത്ഥമാണ് ഇന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ടു മൂടിയവരെ എന്ന് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിശേഷണ നാമമാണ് മുസമ്മിൽ, നബിയുടെ പേരാണ്. അപ്പൊ അങ്ങനെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാനുള്ള കാരണം പല കാരണങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽ ചിലത് ഇവിടെ പറയാം. ഒന്ന്, ഖുറൈശികൾ ദാറുൻ നദുവയിൽ ഒരു യോഗം കൂടി, ഒരു മീറ്റിംഗ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ജനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങനെ അടുത്തുകൂടുന്നുണ്ട്, അത് ഇല്ലാതാക്കണം. അവൻ നബിതങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കണം, നബിതങ്ങളെ ചീത്ത വിളിക്കണം, മോശമായത് എന്തെങ്കിലും നബിതങ്ങളെ കുറിച്ച് പറയണം. അതിനുവേണ്ടി ഒരുമിച്ച് കൂടി. അങ്ങനെ ഖുറൈശികൾ ദാറുൻ നദുവയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്, നബിയെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ എന്ത് പേരാണ് നബിയെ വിളിക്കേണ്ടത് എന്ന്. അപ്പൊ ചിലര് പറഞ്ഞു ജ്യോത്സ്യൻ എന്ന് വിളിക്കാമെന്ന്. അപ്പോ മറ്റു ചിലർ പറഞ്ഞു അതിന് മുഹമ്മദ് ജ്യോത്സ്യനൊന്നുമല്ല, അങ്ങനെ വിളിച്ചാലൊന്നും ആരും വിശ്വസിക്കൂല. മറ്റു ചിലർ പറഞ്ഞു എന്നാ മാരണക്കാരൻ എന്ന് വിളിക്കാം. മറ്റു ചിലർ പറഞ്ഞു ഭ്രാന്തൻ എന്ന് വിളിക്കാം. അങ്ങനെ പലരും പലതും പറഞ്ഞു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. കാരണം അൽ അമീൻ, സത്യസന്ധൻ എന്ന് വിളിച്ച ആ ഖുറൈശികൾ ഇപ്പോൾ ഭ്രാന്തനെന്നും ജാലവിദ്യക്കാരനെന്നും മാരണക്കാരനെന്നും ജ്യോത്സ്യനെന്നും വിളിക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടി, യോഗം കൂടി, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോ നബി തങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. നേരെ വീട്ടിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതപ്പിട്ട് കിടന്നു. ആ നേരത്താണ് ജിബ്രീൽ വന്നിട്ട് പറയണത്, യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതച്ചു മൂടിയവരെ എന്ന് പറഞ്ഞ ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങുന്നത് ആ നേരത്താണ് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ തന്നെ മറ്റു അഭിപ്രായങ്ങൾ ഇങ്ങനെ കാണാം. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നു. എന്നിട്ട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ 5 ആയത്തുകൾ ഓതിക്കൊടുത്തു. ആ വിവരം നമുക്കറിയാം. എന്നാൽ ഇഖ്റ, നീ ഓതുക എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എനിക്കറിയൂല എന്നാണ്. ആ നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹിറാ ഗുഹയിൽ വെച്ച് റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിക്കുകയും ചേർത്തു പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോ നബിതങ്ങളാകെ പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പേടിയോടെ ഖദീജ ബീവിയുടെ അരികിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഖദീജ ബീവിയോട് പേടിച്ചു വിറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ടു മൂടൂ ഖദീജ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പിട്ടു മൂടുകയാണ്. അങ്ങനെ പുതച്ചു മൂടി കിടക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഓതി കേൾപ്പിക്കുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ടു മൂടിയവരെ എന്ന്. ഇങ്ങനെയും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇതിന്റെ വിശദീകരണം കാണാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റു വ്യാഖ്യാതാക്കൾക്ക് പറയുന്നത് പുതപ്പിട്ടു മൂടിയവരെ എന്നുള്ളത് ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമായിരുന്നു. അഥവാ നുബൂവത്ത് എന്ന വസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെടുകയും റിസാലത്ത് എന്ന ഭാരം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ആൾ എന്ന അർത്ഥത്തിലാണ് യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് അല്ലാഹു തആല വിളിച്ചത് എന്ന്.
എന്നാൽ ഈ പുതപ്പിട്ടു മൂടുക എന്നുള്ളതിനെ ആക്ഷേപിച്ചിട്ടല്ല അല്ലാഹു തആല വിളിച്ചത്, മറിച്ച് പുതപ്പിട്ടു മൂടിയവരെ എന്ന പ്രയോഗം അത് രണ്ടു പ്രത്യേകതകളുണ്ട് അതിന്. അതിലൊന്ന്, ഈ പ്രവർത്തനത്തെ അഥവാ ഈ പുതപ്പിട്ടു മൂടുക എന്ന പ്രവർത്തനത്തെ ആക്ഷേപിക്കാതെ സൗമ്യമായി വളരെ സ്നേഹത്തോടെ വിളിച്ചതായിരുന്നു. അഥവാ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, ഒരാളെ വിളിക്കുമ്പോൾ അയാൾ നിലവിൽ എന്ത് പ്രവർത്തനം ചെയ്യുന്നു ആ പ്രവർത്തനത്തിലേക്ക് ചേർത്തി വിളിക്കുക എന്നുള്ളത് അറബികളുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോ ആ സമയത്ത് ആ പ്രവർത്തനത്തെ ചേർത്തി വിളിച്ചു. ആ പ്രയോഗമാണ് അല്ലാഹു തആല നടത്തിയത്, യാ അയ്യുഹൽ മുസമ്മിൽ. അതൊരു സ്നേഹത്തോടെ സൗമ്യമായിട്ടുള്ള വിളിയായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, പുതപ്പിട്ട് മൂടിക്കിടന്നവരെല്ലാം അഥവാ രാത്രി കിടക്കുന്നവരെല്ലാം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന ആ ഒരു കൽപ്പന ഇവർക്ക്, ഈ പുതപ്പിട്ട് മൂടുന്നവർക്കെല്ലാം അഥവാ രാത്രിയിൽ ഉറങ്ങുന്നവർക്കെല്ലാം ബാധകമാണ് എന്നറിയിക്കുന്നതിലേക്കാണ് ആ ഒരു യാ അയ്യുഹൽ മുസമ്മിൽ എന്ന പേര് വിളിച്ചത് എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. കാരണം യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നത് ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ കുറഞ്ഞ സമയം ഒഴികെ ബാക്കിയുള്ള സമയമെല്ലാം എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നാണ്. അപ്പോൾ പുതപ്പിട്ട് മൂടിയവരെ അഥവാ ഉറങ്ങിക്കിടക്കുന്നവരെ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിസ്കരിക്കൂ. അപ്പൊ എല്ലാ ഉറങ്ങുന്നവരും എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന ആ ഒരു അർത്ഥം അവിടെ ലഭ്യമാവാൻ വേണ്ടിയാണ് എന്ന്. അങ്ങനെ വളരെ പ്രത്യേകതകൾ ഇതിനെക്കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു ദിവസം ചോദിക്കപ്പെട്ടു, അല്ലയോ മുഅ്മിനീങ്ങളുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, താങ്കൾ സൂറത്തു മുസമ്മിൽ പാരായണം ചെയ്തിട്ടില്ലേ എന്ന്. അതിന്റെ ആദ്യത്തിൽ അല്ലാഹു തആല രാത്രിയുടെ ഭൂരിഭാഗം സമയവും ഒരല്പസമയം മാത്രം ഉറങ്ങിയിട്ട് ബാക്കി മുഴുവൻ സമയവും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന കൽപ്പന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായ കൽപ്പനയായിരുന്നു. അപ്പൊ തഹജ്ജുദ്, ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് നബിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരുന്നു എന്ന്. എന്നാൽ ആ സൂറത്തുൽ മുസമ്മിലിന്റെ അവസാന ഭാഗം 12 മാസത്തിന് ശേഷമാണ് അവസാന ഭാഗം ഇറങ്ങിയിട്ടുള്ളത്. അഥവാ സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യ ഭാഗം ഇറങ്ങി അതിന്റെ 12 മാസത്തിന് ശേഷമാണ് സൂറത്തുൽ മുസമ്മിലിന്റെ അവസാന ഭാഗം ഇറങ്ങുന്നത്. ആ അവസാന ഭാഗത്ത് പറയുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസിന്റെ അവസാനത്തിൽ പറയാം. ആ അവസാന ഭാഗത്ത് പറയുന്ന കാര്യം അഥവാ രാത്രി നിസ്കാരത്തെ ലഘൂകരിച്ചു കൊടുക്കുകയാണ്. ഫർള് എന്നുള്ളത് സുന്നത്തായി മാറുകയാണ്. അഥവാ രാത്രിയുടെ മുഴുവൻ സമയവും നിസ്കരിക്കണമെന്ന് പറയുന്നില്ല, അത് ലഘൂകരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും ആശ്വാസം നൽകുകയായിരുന്നു. എന്നാൽ ഈ ആദ്യഘട്ടത്തിൽ സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യഘട്ടത്തിൽ രാത്രിയുടെ ഭൂരിഭാഗം സമയവും നിസ്കരിക്കാൻ വേണ്ടി ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ നബിയും സ്വഹാബത്തും നിസ്കരിച്ചു എന്ന് മാത്രമല്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചത് കാരണത്താൽ നബിയുടെയും സ്വഹാബത്തിന്റെയും കാലിൽ നീര് വന്നിരുന്നു എന്ന് കാണാം. അപ്പോൾ ആ നിസ്കാരത്തിലൂടെ സ്വഹാബത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഈമാനികമായി ശക്തിപ്പെടുത്തുകയായിരുന്നു അല്ലാഹു തആല ചെയ്തിരുന്നത്. മുസമ്മിൽ എന്ന നാമം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. നബി തങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്. മുഹമ്മദ്, നബി തങ്ങൾ തന്നെ പറഞ്ഞു, അന മുഹമ്മദുൻ വ അന അഹ്മദു, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്. വ അനൽ മാഹി, ഞാൻ മാഹിയാണ്. മാഹി എന്ന് പറഞ്ഞാൽ അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫ്ര, ഞാൻ എന്നെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫ്റിനെ മായ്ച്ചു കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു. വ അനൽ ആഖിബ്, ഞാൻ ആഖിബാണ്. അഥവാ അല്ലദീ ലൈസ ബഅദഹു അഹദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നെ മറ്റൊരു പ്രവാചകനില്ല, ഞാൻ അവസാനത്തെ ആളായി വന്നവരാണ്, അവസാനത്തെ പ്രവാചകരായി വന്നവരാണ്. വ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. ഹാഷിർ എന്നൊക്കെ റസൂലുള്ളാഹിന്റെ മറ്റൊരു പേരാണ്. യഹ്ശുറുല്ലാഹുൽ ഇബാദ അലാ ഖദമയ്യ അലാ ഖദമി, എന്റെ പിന്നിൽ, എനിക്കു പിന്നിൽ അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്, ആദ്യം വരുന്നത് നബിതങ്ങളാണ്, അതിനുശേഷമാണ് മറ്റു ജനങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അന ഹാഷിർ, ഞാൻ ഹാഷിറാണ്. വ അന റസൂലുർ റഹ്മ, ഞാൻ റസൂലുർ റഹ്മയാണ്, റഹ്മത്തിന്റെ ദൂതനാണ്. അല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വ അനൽ മുഖഫി, ഞാൻ മുഖഫിയാണ്,
എന്ന് തുടങ്ങുന്ന നബിതങ്ങളുടെ ഒരുപാട് നാമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു നാമമാണ് മുസമ്മിൽ. ആ മുസമ്മിൽ എന്ന് നബിതങ്ങളെ വിളിച്ചത് അള്ളാഹുവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ മുസമ്മിലിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ് ഇത് 2ാമത്തെ ക്ലാസ്സാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.